ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ചാനലിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോകുന്ന ഒരു വീഡിയോ ആണേ. കുറേ നാളുകൊണ്ട് നമുക്ക് ആറ്റാങ്കര പള്ളിയിൽ പോകണമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. സാധാരണ ആറ്റാങ്കര പോകണമെന്ന് വെക്കുമ്പോൾ നമ്മളങ്ങ് പോകുന്നതാണ്. ഈ നേർച്ച ചെയ്തതിന് ശേഷം ഇതുവരെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. എന്തെങ്കിലും കാരണം വെച്ചാൽ എന്തെങ്കിലും നമ്മളത് പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് അത് തട്ടി മാറ്റി പോകുമായിരുന്നു. അപ്പം വിധി ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. നമുക്ക് വിധിച്ചത് ഈ സമയത്താണ്. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് മക്കളൊക്കെ വണ്ടിയിൽ നിന്ന് അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം കേരളത്തിൽ നിന്ന് കഴിച്ചിട്ട് തമിഴ്നാട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലത്തെ കാപ്പിയൊക്കെ നമ്മളൊരു 10-11 മണിയായപ്പോഴത്തേക്ക് കഴിച്ചിട്ടോ. പത്തിരിയും മുട്ടക്കറിയൊക്കെ ആയിട്ടാണ് കഴിച്ചത്. തുമ്പിയും കിച്ചും വിച്ചും ഒക്കെ കറിക്കിടന്നങ്ങ് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. ഞാനും അത് തന്നെ. എന്താണെന്നറിയില്ല, എനിക്ക് തമിഴ്നാട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അവിടുത്തെ കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കാറ് കാണുമ്പോഴത്തേക്ക് കയറിക്കിടന്ന് ഞാനങ്ങ് ഉറങ്ങിക്കളയും. എത്ര ഉറങ്ങണ്ടെന്ന് വിചാരിച്ചാലും കണ്ണിങ്ങനെ കുരുങ്ങി വരുവേ. അപ്പം രാവിലെ ഞാൻ മാത്രമേ കുളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന് മുന്നേ നമ്മളിങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ ഒരു വെള്ളത്തിനകത്ത് ഇറങ്ങുന്നത് അന്ന് നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറവേ ഉള്ളായിരുന്നേ. അങ്ങനെ മക്കളും ഇക്കായും കൂടെ അവിടെ അങ്ങ് കുളിക്കാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ സോപ്പും ഒക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ അവരെല്ലാം കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തോട്ടോ. നല്ല കാട് പോലൊരു അന്തരീക്ഷവും നല്ല തെളിഞ്ഞ വെള്ളവും കൂടെ ആയിരുന്നേ. നിറച്ച് മീനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നു. അപ്പം വിച്ചൂട്ടനും കിച്ചൂട്ടനും ഒക്കെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും കിച്ചും തുമ്പി ആദ്യമൊക്കെ അങ്ങ് വെള്ളത്തിലോട്ട് മുങ്ങി. വിച്ചു ആണെങ്കിൽ ഇങ്ങനെ നിൽക്കും. അവന് നീന്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വെള്ളം കണ്ട ഇത്ര വലിയൊരു പേടിച്ചു തൂറി വേറേ ഇല്ല. പിന്നെ ഇക്കായും വന്ന് മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഇക്കായൊക്കെ ഒന്ന് കുളിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ പുട്ടുൽപുത്തൂർ പള്ളിയിലോട്ട് ഫസ്റ്റ് പോകുന്നതേ. നോക്കാം എന്ത് രസമുണ്ട് കാണാൻ. നല്ല പച്ചപ്പ് കണക്ക് ഇരിപ്പുണ്ടല്ലേ. അപ്പോൾ അതാ നമ്മൾ ബാക്ക് വഴിയാണ് കേട്ടോ വന്നത്. കയറിയപ്പോഴത്തേക്ക് വലിയ ആളുകളൊന്നുമില്ല. ഞാൻ വിചാരിച്ചു വെക്കേഷൻ ടൈമിലും പെരുന്നാളിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കാണുമെന്ന്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഈ പള്ളിയിലില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ ആണല്ലോ ഈ ആട്ടിൻ്റെയൊക്കെ നേർച്ചയും കൊടിമരത്തി വെള്ളം ഒഴിക്കലും ഒക്കെ. നമ്മൾ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയൊക്കെ കുറച്ച് നേർച്ച ഉണ്ടായിരുന്നു. വാപ്പാക്കൊക്കെ ഈ കാല് വയ്യാതെ കിടന്ന സമയത്ത് ഇവിടെയൊക്കെ നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വാപ്പയുടെ കാലിന് നമ്മളിവിടെ ആൾ രൂപവും കാൽ രൂപവും പിന്നെ അങ്ങനെ ഓരോ രൂപങ്ങളുണ്ടല്ലോ, അതൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ചത് ഈ ഉമ്മാടെ കയ്യിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. തിരിയും എണ്ണയൊക്കെ മേടിച്ച് ആദ്യം കയറി ചെന്നിട്ട് നമ്മൾ തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നേ. ഭൂരിഭാഗം ആൾക്കാരും മലയാളികളായിരുന്നു കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെയാണ് തിരി എത്തിക്കുന്നിടമൊക്കെ. ഇവിടെ എല്ലാവരും വന്ന് കാണുമെന്നറിയാം. ഇനി വരാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേരെ കേട്ടോ.
ഇതാണ് അവിടുത്തെ വെള്ളം ഒഴിക്കുന്ന കൊടിമരം. ഇതിന് ചുറ്റും നമ്മൾ നേർച്ച ചെയ്യണം. 3 കുടം, 7 കുടം, അങ്ങനെ ഒറ്റ സംഖ്യ വരുന്ന എത്ര കുടമാണോ അത്രയും കുടമൊക്കെ നമ്മൾ നേർച്ച ചെയ്യും. അതായത് ഇപ്പം ഇന്ന കാര്യത്തിന് വേണ്ടി, ഇപ്പം ചിലപ്പം രോഗശാന്തിക്ക് വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ നേർച്ച ചെയ്യും. ഇത്ര കുടം വെള്ളം നമ്മൾ കൊണ്ടുവന്ന് എടുക്കാമെന്ന്. ഈ വെള്ളം എടുക്കുന്ന ഭാഗമെന്ന് വെച്ചാൽ കുറച്ചങ്ങ് ദൂരെ പോയി അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് കൊച്ചു കുടം കണക്ക് അവിടെ ഇരിക്കുന്ന കുടമൊക്കെ കണ്ടില്ലേ, നമുക്കത് വാടകയ്ക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എത്ര കുടമാണോ അത്രയും കുടം നമ്മൾ മേടിച്ചുകൊണ്ട് വരും. അതായത് 3-4 കുടം നമുക്ക് പിടിക്കാൻ പറ്റുന്ന കണക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടുന്ന് മുക്കിക്കൊണ്ടുവന്ന് ഈ കൊടിയുടെ ചുറ്റും കൂടെ ഒഴിക്കും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ നേർച്ച. പിന്നെ അവിടുന്ന് നമ്മൾ അപ്പം തന്നെ ഇറങ്ങി. സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അവിടെയുള്ള പ്രത്യേക കാഴ്ചകളാണല്ലോ ഈ കന്നുകാലികളും കൃഷികളും ഒക്കെ. എനിക്ക് ഈ കൃഷിയൊക്കെ കാണാനാണ് കേട്ടോ പോകുന്നത്. ഈ തെങ്ങിനകത്തൊക്കെ നിറച്ച് തേങ്ങ ഇറങ്ങി ഇറങ്ങി പിടിച്ചു കിടക്കുവാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലൊന്നും ഇത്രയും തേങ്ങ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് നാരങ്ങയുടെ തോട്ടമാണ് കേട്ടോ. നാരങ്ങയൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. മുന്നേയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പിച്ചാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അവരും പഠിച്ചു പോയി. സാധാരണ എല്ലാവരും വരുമ്പോൾ അവിടുത്തെ കൃഷിയൊക്കെ നശിപ്പിക്കുകയും പിച്ചയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ അതുപോലെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ മുരിങ്ങയ്ക്കകത്ത് നിറച്ചും ഇങ്ങനെ അവർ പിച്ചത്തേ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അങ്ങ് വലുതായിട്ട് നമ്മളെ മുറ്റിപ്പോയി കിടപ്പുണ്ട്. അതുപോലെ തന്നെ കരിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു മുരിങ്ങയ്ക്ക. പിന്നെ നമ്മൾ ആഹാരമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനായിട്ട് മേടിച്ച് അതങ്ങ് കഴിച്ചു കേട്ടോ. ബാക്കി കിച്ചും തുമ്പിയും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന് അതൊരു കടുകിൻ്റെ തോട്ടമാണ്. കടുകാന്ന് തോന്നുന്നു കേട്ടോ. ജമന്തി അല്ല, കടുക. അതൊക്കെ എടുത്ത് പിന്നെ ദാണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി തരിശായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് നെല്ലൊക്കെ അത് കൊയ്ത് എടുത്തേക്കും കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ നെല്ലൊക്കെ ആവും. പിന്നെ കണ്ട ഇരിക്കുന്ന ചെടിയൊക്കെ കണ്ട. പിന്നെ ടോളൊക്കെ കഴിഞ്ഞ് ഇവിടെ ടോളിൻ്റെ അടുത്ത് നമുക്കൊരു തേപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ പറഞ്ഞ് ഇത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നിടത്തൊന്നും പൈസ അടയ്ക്കേണ്ടെന്ന്. പക്ഷേ നമ്മൾ അടുത്തൊരു ടോളിൻ്റെ അടുത്ത് നിന്നപ്പോൾ അതിനകത്തുള്ള പൈസ തീർന്നെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ആറ്റാങ്കര പള്ളിയിലെത്തിയിട്ട് ആദ്യം നമ്മൾ റൂമാണ് കേട്ടോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പള്ളിയിലോട്ട് എത്തിയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സങ്ങ് എന്തോ പോലെ ആയി. നമുക്കെന്ന് വെച്ചാൽ ആഗ്രഹിച്ച സമയത്ത് നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റി. നമ്മുടെ നേർച്ചയൊക്കെ നടത്താൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂം എടുത്ത് ആ പള്ളിയോട് ചേർന്ന് ഇത് കണ്ടില്ലേ, ആ ആർച്ച്, അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ റൂം എടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ കിട്ടിയത് കുളിച്ച് നമ്മൾ താൻ്റെ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. തുമ്പിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഉമ്മ ആണെങ്കിൽ ഒരു 100 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസയും വെച്ച് എനിക്ക് അത് വേണം ഇത് വേണമെന്നും പറഞ്ഞങ്ങ് ബഹളമായിരുന്നേ. നമ്മുടെ നേർച്ചയെന്ന് വെച്ചാൽ അവിടെ പട്ടും തിരിയും പൂവും എണ്ണ പിന്നെ സർപ്പത്തിൻ്റെത് പിന്നെ ആൾരൂപങ്ങളൊക്കെ മേടിച്ച് വെക്കലായിരുന്നു കേട്ടോ അവിടുത്തെ നേർച്ച. സർപ്പത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മൾ വേറൊരു വീട്ടിൽ താമസിച്ച സമയത്ത് അവിടെ ജനലിൽ കൂടെ പാമ്പ് ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇക്ക ഉച്ച സമയത്ത് പാമ്പിനെ നന്നായിട്ട് സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഇക്ക നേർന്നതാണ് ഇവിടെ വന്ന് പാമ്പിൻ്റെ രൂപം മേടിച്ച്, അതായത് സർപ്പരൂപം മേടിച്ച് വെക്കാന്നുള്ളത്. നമ്മളവിടെ ബുധനാഴ്ച രാത്രിയിലാണ് കേട്ടോ ചെന്നത്. അപ്പോൾ പിറ്റേന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് വ്യാഴാഴ്ച സിയാർത്ത് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം വെക്കേഷനും പെരുന്നാളും ഒക്കെ അല്ലായിരുന്നു. അങ്ങനെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ നേരെ പള്ളിയുടെ അകത്തോട്ട് പോയി ഉപ്പായും ഉമ്മായൊക്കെ കണ്ട് പിന്നെ അവിടെ ആണെങ്കിൽ പ്രധാന നേർച്ച പാലും പഴവും ആയിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ ഉണ്ട്, പായസമൊക്കെ ഉണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ പാലും പഴമൊക്കെ കിട്ടിയേ. പിന്നെ നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ തൊട്ടടുത്ത ഹോട്ടലിൽ കയറി നമ്മൾ പത്തിരിയൊക്കെ കഴിച്ചായിരുന്നു. അവിടെ പിന്നെ വേറെ ഒന്നും ഇല്ലായിരുന്നു. അവിടെ ഒരു സൈസ് കറിയൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങ അരച്ചൊരു കറിയായിരുന്നു, നല്ല കറിയായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ പള്ളിയിലോട്ട് വന്നിരുന്നു. കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് വീണ്ടും ഉമ്മായും ഉപ്പായൊക്കെ ഒന്ന് കയറി കണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ റൂം എടുത്ത് കേട്ടോ നമ്മൾ വെളുപ്പിന് അവിടെ നിന്ന് തിരിച്ചായിരുന്നേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.